السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आजकल हम जिस इस्लामी महीने से गुजर रहे हैं इस महीने का नाम मुहर्रमुल हराम है. ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാമിക മാസത്തിന്റെ പേര് മുഹറമുൽ ഹറാം എന്നാണ്. ഇത് ഇസ്ലാമിക കലണ്ടറിലെ ആദ്യത്തെ മാസമാകുന്നു. പൊതുവിൽ വർഷത്തിലെ ആദ്യ മാസത്തിൽ പുതുവർഷത്തിന്റെ തുടക്കത്തിൽ നാം പരസ്പരം ആശംസകൾ നേരുന്നു. കഴിഞ്ഞ ജുമാ ദിവസം ചിലയിടങ്ങളിൽ മുഹറം മാസം ആരംഭിച്ചിരുന്നു, ചിലയിടങ്ങളിൽ വ്യാഴാഴ്ചയായിരുന്നു. ജുമയ്ക്ക് വേണ്ടി ഞാൻ വന്നപ്പോൾ പുറത്തുനിന്നിരുന്ന ഒരു സാഹിബ് എനിക്ക് ആശംസകൾ നേർന്നു. എന്നാൽ എന്തിന്റെ ആശംസകളാണ്? കാരണം അന്നേ ദിവസം ഇറാഖിൽ സ്ഫോടനങ്ങളുണ്ടായി, ഷിയാക്കളെ ആക്രമിക്കുകയുണ്ടായി, ധാരാളം പേർ ഷഹീദാക്കപ്പെടുകയുണ്ടായി. സാധാരണയായി നവവർഷാരംഭത്തിൽ നാം പരസ്പരം ആശംസകൾ നേരുന്നു. എന്നാൽ ചന്ദ്രവർഷത്തിലെ ഈ മാസം ആരംഭിക്കുമ്പോൾ ഈ സമുദായത്തിനെ സംബന്ധിച്ച് വേദനയുള്ള മുസ്ലിങ്ങളിലെ ഭൂരിഭാഗം മാന്യന്മാരും ഈ മാസം സമാഗതമാകുമ്പോൾ ഭയവും ചിന്തയും പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു. ഇതെന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞതുപോലെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു, കൊല്ലും കൊലയും ഉണ്ടാകുന്നു. ഈ ദിനങ്ങളിൽ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമുണ്ടായിരിക്കെ, വിവിധ കക്ഷികളുടെ പണ്ഡിതന്മാരുടെ സംയുക്ത പരാമർശമുണ്ടായിരിക്കെ, വിളംബരമുണ്ടായിരിക്കെ, ഒന്നുകിൽ ഷിയ സുന്നി കലഹം ഉടലെടുക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അനുശോചന സദസ്സിൽ മറ്റു കക്ഷികളിൽ നിന്ന് അല്ലെങ്കിൽ ദുഷ്ടരായ മുസ്ലിങ്ങളിൽ നിന്ന് ആക്രമണമുണ്ടാകുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ സ്വാർത്ഥരും ഭീകരവാദികളും മറ്റുള്ളവരുടെ കൈകളിലെ കളിപ്പാട്ടമായിക്കൊണ്ട് ഷിയാക്കളുടെ സദസ്സിലോ അല്ലെങ്കിൽ കൂട്ടത്തെയോ ആക്രമിച്ചുകൊണ്ട് അനവധി നിഷ്കളങ്കരുടെ ജീവനെ അപഹരിക്കുന്നു. ഇവരിൽ ചിലർക്ക് മതപരമായ യാതൊരു ലക്ഷ്യമുണ്ടാകില്ല, അല്ലെങ്കിൽ മതപരമായ ഭിന്നതകളും ഉണ്ടാവില്ല. മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കും ഉണ്ടായിരിക്കുക.
ज्यादा खतरे का दिन ഭരണകൂടത്തെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. जो मगरबी ममालिक में तो പൊതുവിൽ कल है, यहाँ तो कोई ऐसा खतरा नहीं, മുഹറം 10 കൂടുതൽ लेकिन मशरकी ममालिक അപകടകാരിയായ ദിവസമാകുന്നു. शायद पाकिस्तान में और कुछ मुल्कों में भी हो। പാശ്ചാത്യ രാജ്യങ്ങളിൽ നാളെയാണ്. ഇവിടെ അത്തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. इंतहा कर, എന്നാൽ പൗരസ്ത്യ രാഷ്ട്രങ്ങളിൽ बल्कि इस्तीफा ഇന്നാണ്. പാകിസ്ഥാനിലും മറ്റു രാഷ്ട്രങ്ങളിലും ഇന്നേ ദിവസം कास्ट पर അക്രമം ചില അവസരങ്ങളിൽ അതിര് ലംഘിക്കുന്നു. कि पहली तारीख को ഇപ്രാവശ്യം हमला किया गया शियों पर। ഷിയാക്കളുടെ पाकिस्तान में വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ ദിവസം തന്നെ ഇറാഖിൽ ഷിയാക്കളെ ആക്രമിക്കുകയുണ്ടായി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. कई जाने जाया, പാകിസ്ഥാനിൽ റാവൽപിണ്ടി, കറാച്ചി, കോയിട്ട, സവാദ് परसों भी हमले എന്നിവിടങ്ങളിൽ അക്രമമുണ്ടായി. ഇന്നലത്തെ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. സ്ഫോടനങ്ങളുണ്ടായി, പല ജീവനുകളും ഹനിക്കപ്പെട്ടു. इन हमले की वजह से जो शियों റാവൽപിണ്ടിയിലാണെങ്കിൽ മിനിഞ്ഞാന്നും ആക്രമണമുണ്ടായി, ഇന്നലെയും ഉണ്ടായി. को मौका मिलता है ഇന്നലെ तो वो इस तरह 23 പേർ മരണപ്പെട്ടു अजीब हालत है, ഷിയാക്കൾക്ക് നേരെണ്ടായ ആക്രമണത്തിൽ. काबिल रहम हालत ഷിയാക്കൾക്ക് അവസരം ലഭിക്കുമ്പോൾ അവരും അതിന് പകരം ചോദിക്കുന്നു. या किसी भी किस्म के इख्तिलाफ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ വളരെ വിചിത്രമാണ്, കാരുണ്യാർഹമായ അവസ്ഥയാണ്. हुकूमतों ഈ മതഭിന്നതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭിന്നതയോ एक दूसरे में മുസ്ലിങ്ങളിലും चले जा रहे हैं, അല്ലെങ്കിൽ മുസ്ലിം ഭരണകൂടങ്ങളിലും या बाज मुल्क പരസ്പരം വിദ്വേഷം ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ही अकलियती फिरके की हुकूमत അല്ലെങ്കിൽ ചില രാഷ്ട്രങ്ങളിൽ का शदीद रद्द-ए-अमल दिखा रहा है, जो गोला बारूद के इस्तेमाल पर मुंतज है। ന്യൂനപക്ഷ കക്ഷികളുടെ ഭരണമാണെങ്കിൽ ഭൂരിപക്ഷ കക്ഷികൾ ശക്തമായ പ്രതികരണം പ്രകടിപ്പിക്കുന്നു. अकलियती फिरके को मौका അത് വെടിയുണ്ടവും ബോംബും മുഖേനയാകുന്നു. शख्सियत पर हमला कर देता है और इसी ന്യൂനപക്ഷ കക്ഷികൾക്ക് സന്ദർഭം ലഭിക്കുമ്പോൾ അവർ ഭൂരിപക്ഷക്കാരെ ആക്രമിക്കുന്നു. या बागियों को कुचलने के नाम पर हुकूमत भी ഇതിന്റെ അടിസ്ഥാനത്തിൽ घूम जाने जाया कर रही है, ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധത്തിന്റെ പേരിൽ बारी हो रही है, അല്ലെങ്കിൽ വിദ്രോഹികളെ അടിച്ചമർത്തുന്നതിന്റെ പേരിൽ ഭരണകൂടവും बात किया जा रहा है। നിഷ്കളങ്ക ജീവനുകളെ अपने ही मुल्क के हजारों मर्दों औरतों को അപഹരിക്കുന്നു. ഒന്നും ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയും ബോംബ് വർഷിക്കുന്നു, शाम में आजकल यही कुछ हो रहा है। വെടിവെപ്പ് നടത്തുന്നു, വീടുകളെ തകർക്കുന്നു. സ്വന്തം രാജ്യത്തെ ആയിരക്കണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും മരണത്തിലേക്ക് നയിക്കുന്നു. कुव्वतों को ഇപ്പോൾ സിറിയയിൽ നടക്കുന്നതും ഇത് തന്നെയാണ്. करने की खुली छुट्टी मिल गई। ഇക്കാരണത്താലാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് തന്നിഷ്ടം പ്രവർത്തിക്കുന്നതിനുള്ള തുറന്ന അവസരം ലഭിക്കുന്നത്. പലസ്തീനികൾക്കുമേലുള്ള ഇസ്രായേലിയരുടെ ആക്രമണം जहां മുസ്ലിങ്ങളുടെ ഈ ഭിന്നതയും അനൈക്യവും കാരണത്താലാണ്. की बिना पर तमाम अखलाकी कदरों को മത ഭിന്നതയാലോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭിന്നത കാരണത്താലോ एक दूसरे के खिलाफ സർവ ധാർമ്മിക മൂല്യത്തെയും ചവിട്ടിമെതിക്കാത്ത അല്ലെങ്കിൽ रकम न की जा रही है। പരസ്പരം नतीजा ഭീകരതയുടെ ഭയാനക കഥകൾ രചിക്കാത്ത ഒരു ഇസ്ലാമിക जुल्म होता हुआ രാഷ്ട്രവുമില്ല. एक दूसरे की तरफ से तो हमें नजर आ ही रहा है। തൽഫലമായി बैरून ഏതെങ്കിലും രൂപത്തിൽ इस्लामी कुव्वतें भी പരസ്പരം इस वजह से ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. दायरे इस्लामी ममालिक पर तंग करती चली जा रही है। വിദേശ ഇസ്ലാമിക ശക്തികളും ഇക്കാരണത്താൽ തങ്ങളുടെ പരിധിയിലുള്ള इस्लाफ से ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. हम इनके मतलब क्या कहती है? മുസ്ലിങ്ങൾക്ക് വിവേകമുണ്ടാവുകയും ഐക്യപ്പെടുകയും ചെയ്തെങ്കിൽ എത്ര നന്നായേനെ. इस्लाम मुखालिफ സ്വന്തം പൂർവികരിൽ നിന്ന് പാഠം പഠിക്കുക. ചരിത്രം ഇവരെക്കുറിച്ച് എന്താണ് പറയുന്നത്? हजरत मुआविया के इख्तिलाफ की वजह से ഒരു ഇസ്ലാമിക इस्लाम में എതിരാളി ശക്തി ആർജിക്കുകയും होते हुए अपनी साख बहाल करने അവരുടെ ഭരണകൂടത്തിൽ ഹദ്രത്ത് അലിയുടെയും ഹദ്രത്ത് മുആവിയയുടെയും ഭിന്നത കാരണത്താൽ के इल्म में जब ഇസ്ലാമിക ശക്തിയെ ദുർബലമായി ധരിച്ചുകൊണ്ട് ये को पैगाम भेजा തന്റെ അധികാര വിപുലീകരണത്തിനായി कि हमारे ആക്രമണത്തിന് പദ്ധതിയിടുന്നു. से फायदा उठाकर ഹദ്രത്ത് മുആവിയക്ക്
ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് ലഭിച്ചപ്പോൾ ആ ചക്രവർത്തിക്ക് ഒരു സന്ദേശം അയച്ചു. तो मैं ഞങ്ങളുടെ പരസ്പര ഭിന്നതയിൽ നിന്ന് ഫലമെടുത്തുകൊണ്ട് तरफ से पहला जर्नैल हूँ। മുസ്ലിങ്ങളെ ആക്രമിക്കാൻ തുനിയേണ്ട. അഥവാ ആക്രമിക്കുകയാണെങ്കിൽ उन सहाबा ഞാൻ जिनकी तरफ ഹദ്രത്ത് അലിയുടെ ഭാഗത്തു നിന്നും നിനക്കെതിരെ പടപൊരുതുന്ന ആദ്യ സേനാപതിയായിരിക്കും. लोग ഇതായിരുന്നു के साथ मिलकर ആ സഹാബാക്കളുടെ പ്രതികരണം. इस्लामी हुकूमत അവരുമായിട്ടാണ് നാം നമ്മെ ബന്ധപ്പെടുത്തുന്നത്. बंदी करते हैं और फिर मुसलमान ഇന്ന് ഇവർ വിരോധികളോടൊപ്പം ചേർന്ന് हाँ ഇസ്ലാമിക ഭരണങ്ങൾക്കെതിരിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. उलमा का या എന്നിട്ടും മുസ്ലിങ്ങളാണ്. या उस तबके का जो शर फैलाने वाला है इत्तेफाक होता है। ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ ഉലമാക്കളുടെ നാമമാത്രമായ ഈ ഉലമാക്കളുടെ അല്ലെങ്കിൽ അക്രമം പരത്തുന്ന വിഭാഗങ്ങളുടെ ഐക്യമുണ്ടാവുന്നത്. ला इलाहा इल्लल्लाह അത് रसूलुल्लाह पर दिलो जान से മുഹമ്മദി മസീഹിനാൽ സ്ഥാപിതമായ ജമാഅത്തിനെതിരിൽ പദ്ധതി ആവിഷ്കരിക്കുക എന്നതിലാണ്. दायरा इस्लाम से അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള लोगों को എന്നതിൽ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ദൃഢമായി വിശ്വസിക്കുന്ന അഹമ്മദികളെ ബലാത്കാരമായി ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും പുറത്താക്കുന്ന കാര്യത്തിൽ जानो आबरू कुर्बान करना അവർക്ക് അല്പം പോലും ഭയമില്ല. ഏതൊരു നബിയുടെ കലിമയാണോ ഇവർ ഏറ്റുപറയുന്നത് इसकी जरा भी परवाह नहीं അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത്, करते कि क्या ആർക്കു വേണ്ടിയാണോ ജീവനും അഭിമാനവും ത്യജിക്കുമെന്ന് വാദം പുറപ്പെടുവിക്കുന്നത്, ये एक उसूली ആ നബിയുടെ ഒരു നിർദ്ദേശത്തിൽ അല്പമെങ്കിലും ചിന്തിക്കട്ടെ. कि क्या तुमने लोगों के दिल നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, पड़ते हैं या ऊपर से और किसी खौफ की वजह से ഇത് ഒരു അടിസ്ഥാന കൽപ്പനയാണ്, ഒരു സഹാബിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. നീ ജനങ്ങളുടെ ഹൃദയം തുറന്നു നോക്കിയിരുന്നോ? ഹൃദയം കൊണ്ടാണോ അല്ലെങ്കിൽ ഭയത്താലാണോ കലിമ ചെല്ലുന്നതെന്ന് काबे के खौल से ഇവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായെന്നെ. अवामुन नास को गुनाह कर പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്നവർ उन्हें इंसाफ സ്വന്തം നാമമാത്രമായ അറിവിന്റെ തോടിൽ നിന്ന് പുറത്തു വരട്ടെ. പൊതുജനങ്ങളെ जरीउल्लाह के साथ मुंसलिक വഴിതെറ്റിപ്പിക്കുന്നതിനു പകരം അവർക്ക് നീതിയും സത്യവും പറഞ്ഞു കൊടുക്കുന്നതിനായി ശ്രമിക്കുക. खत्म करें। ആ അള്ളാഹുവിന്റെ ഫയൽവാന്റെ കൂടെ ചേർന്നുകൊണ്ട് മുഴുവൻ ഗ്രൂപ്പിസത്തെയും അവസാനിപ്പിച്ചുകൊണ്ട് तालीम को അക്രമവും അനീതിയും വിഭാടനം ചെയ്യുക. बताए हुए तरीके के मुताबिक മതയുദ്ധങ്ങളുടെ സങ്കല്പത്തെ ഇല്ലാതാക്കിക്കൊണ്ട് उनकी ताकत ഇസ്ലാമിന്റെ സുന്ദര അധ്യാപനങ്ങളെ हाँ हजरत सल्लल्लाहु अलैहि കാലത്തിന്റെ മസീഹിനാൽ നിർദ്ദേശിക്കപ്പെട്ട മാർഗത്തിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് वसल्लम के हवाले से ശത്രുക്കളുടെ ശക്തിയെ നശിപ്പിച്ച് तो इस നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകക്കീഴിൽ मान കൊണ്ടുവരുന്നവരാകുക. के चंद हवाले आपके सामने മുഹറത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയിരുന്നത്. ഇപ്പോൾ ഞാൻ ये बात आ जाए वो കാലത്തിന്റെ മസീഹിന്റെയും മെഹദിയുടെയും ചില ഉദ്ധരണികൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ്. वो भी ഹദ്രത്ത് जवान है മസീഹി മൗദ് അലൈഹിസ്സലാത്തു വസ്സലാം हजरत मसीह मौद എപ്രകാരം പൂർവികരുടെ അഭിമാനത്തെ സ്ഥാപിച്ചുവെന്നും बुजुर्गों की इज्जत को कायम किया, किस तरह सहाबा के मुकाम को पहचाना, എപ്രകാരം സഹാബാക്കളുടെ സ്ഥാനത്തെ മനസ്സിലാക്കിയെന്നും उन्हीं के फर्क को मिटाया, എപ്രകാരം ഷിയ സുന്നി ഭിന്നതകളെ വിഭാടനം ചെയ്തുവെന്നും तमाम मुसलमानों को എപ്രകാരം അള്ളാഹുവിന്റെ കൽപ്പനയാൽ एक ഭൂലോകത്ത് വസിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളെയും ഒരു കൈയിൽ ഒരുമിച്ച് കൂട്ടി ഏക സമുദായമാക്കുന്നതിനുള്ള മാർഗം പഠിപ്പിച്ചുവെന്നും പുതിയതായി അംഗങ്ങളായവരും അറിവില്ലാത്ത യുവാക്കളുമായ ലക്ഷക്കണക്കിന് അഹമ്മദികൾക്ക് മനസ്സിലാകുന്നതിനായി. इस जमाने में അതേപോലെ ചില അവസരങ്ങളിൽ की हकीकी നമ്മുടെ ഖുതുബകൾ കേൾക്കുന്ന അനഹമ്മദികൾക്ക് सच्ची तालीम क्या है, ഈ കാലഘട്ടത്തിൽ റുഹമാഉ ബൈനഹും എന്നതിന്റെ യഥാർത്ഥ ചിത്രമാകുന്നതിനായി ശരിയായ അധ്യാപനം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനായി बाहरी जल से जुलूस करके या फिर दहशतगर्दी करके അല്പം ചിന്തിക്കുക. इस्लाम മുസ്ലിങ്ങളുടെ ദുർബലാവസ്ഥയിൽ പരിതപിച്ചുകൊണ്ട് കേവലം പ്രത്യക്ഷ സമ്മേളനങ്ങളും ജാഥകളും സംഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് ഏതുവരെ സ്വയം തങ്ങളെ ഇസ്ലാമിന് സേവനം ചെയ്യുന്നതിനുള്ള ബാധ്യത നിറവേറ്റുന്നവരായി ധരിച്ചുകൊണ്ടിരിക്കും. पर हमले करने के ഏതുവരെ ശത്രുക്കൾക്ക് സ്വന്തം നിഷ്ഫലവും ദ്രോഹപരവുമായ പ്രവർത്തനങ്ങളിലൂടെ बदअमनी ഇസ്ലാമിന് മേൽ ആക്രമിക്കുന്നതിനുള്ള അവസരം अपने मुल्कों में ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കും. एक दूसरे पर जुल्म की वजह से हो,
या മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ള അശാന്തിയും അസമാധാനവും സ്വന്തം രാഷ്ട്രങ്ങളിൽ പരസ്പരം ചെയ്യുന്ന ദ്രോഹങ്ങൾ കാരണമോ അല്ലെങ്കിൽ के रोब को दोबारा ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഇസ്ലാമിനെ ആക്രമിക്കുന്നത് കാരണത്താലുമോ ആകട്ടെ, अल्लाह ताला की तरफ ഇതിന്റെ പരിഹാരവും ശാന്തി സ്ഥാപിക്കുന്നതിനുള്ള മാർഗവും से हजरत सल्लल्लाहु अलैहि वसल्लम के आशिक सादिक और आप മുസ്ലിങ്ങളുടെ പ്രൗഢിയെ വീണ്ടും നിലനാട്ടുന്നതിനുമുള്ള ശക്തിയും കേവലം അള്ളാഹുവിനാൽ നിയോഗിതനായ വ്യക്തിയുടെ പക്കലാണുള്ളത്. അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയും ആ മഹാത്മാവിന്റെ അധ്യാപനങ്ങളെ ലോകത്ത് വ്യാപിപ്പിക്കുന്നതിനായി जो तमाम सहाबा के നിയമിക്കപ്പെട്ട വ്യക്തിയുമാണ്. इस वक्त मुसलमानों അദ്ദേഹത്തിന്റെ अगर अपनी ചില ഉദ്ധരണികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അത് മുഴുവൻ സഹാബാക്കളുടെയും പദവിയിലേക്ക് വെളിച്ചം വീശുന്നതാണ്. दुनिया को इस्लाम അഥവാ ഇക്കാലത്ത് മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ ഐക്യം സ്ഥാപിക്കണമെങ്കിൽ, झंडे तले लाना है തങ്ങളുടെ സൗമനസ്യത്തെ നിലനാട്ടണമെങ്കിൽ, कि फर्क को मिटाना होगा, ഇസ്ലാമിനെ അന്യരിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ, फर्क को मिटाना होगा। ലോകത്ത് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക കീഴിൽ കൊണ്ടുവരണമെങ്കിൽ जो आ हजरत ഷിയ സുന്നിയുടെ ഭിന്നതയെ ഇല്ലാതാക്കേണ്ടതാണ്. जिसमें कोई फिर പരസ്പര വർഗീയതയെ തുടച്ചു മാറ്റേണ്ടതാണ്. हर सहाबी कुर्बानी നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാമിക അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കേണ്ടതാണ്. ऐसा सितारा था, അതിൽ യാതൊരു കക്ഷിയും ഉണ്ടായിരുന്നില്ല. रहनुमाई मिलती थी, അതിലെ ഓരോ സഹാബാക്കളും लेकिन बाद ത്യാഗങ്ങളുടെ ഓരോ ഉപമയായിരുന്നു. आ हजरत सल्लल्लाहु अलैहि നന്മയുടെയും ഭയഭക്തിയുടെയും മാതൃകയായിരുന്നു. വെളിച്ചവും മാർഗദർശനവും ലഭിച്ചിരുന്ന നക്ഷത്രങ്ങളായിരുന്നു. वसल्लम के मुकाम എന്നാൽ ചിലരുടെ പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ മറ്റുള്ളവരെക്കാൾ ഉന്നതവുമായിരുന്നു. वो किसी दूसरे को नहीं मिल सकती। ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പദവിക്ക് അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നൽകിയ മഹത്വം हजरत अली का मुकाम है മറ്റുള്ളവർക്ക് ലഭിക്കുക അസാധ്യമാണ്. और हसन का मुकाम അതുപോലെ ഹദ്രത്ത് ഉമറിന്റെ പദവി, इतना आता है। ഹദ്രത്ത് ഉസ്മാന്റെ പദവി, हिफ्ज़ मरातब के लिए ഹദ്രത്ത് അലിയുടെ പദവി, सहाबा के मुकाम को देख ഹദ്രത്ത് ഇമാം ഹുസൈന്റെയും ഹസന്റെയും പദവി, ഇത് പടിപടിയായി ഇങ്ങനെ വരുന്നു. ചുരുക്കത്തിൽ और ये सब ഈ പദവികൾ അനുസരിച്ച് സഹാബാക്കളെ വീക്ഷിക്കേണ്ടതാണ്. आखरीन में അങ്ങനെയെങ്കിൽ अलैहिस्सलाम എല്ലാ തരത്തിലുള്ള കലഹവും തുടച്ചു നീക്കപ്പെടുന്നതാണ്. और आ हजरत ഈ എല്ലാ ഭിന്നതയെയും ഇല്ലാതാക്കുന്നതിനായി ആഖിരീങ്ങളിൽ बताकर ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗതരായി. कायम फरमाई। ഓരോ സഹാബിയുടെയും आप एक जगह നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സമീപസ്ഥരുടെയും സ്ഥാനം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് അവരുടെ ആദരവും ബഹുമാനവും നിലനാട്ടി. इसका तर्जुमा ये है, अरबी में है ये, इसका ഒരിടത്ത് ആ മഹാത്മാവ് പറയുന്നു, इल्म दिया गया है സിറുൽ ഖിലാഫയിൽ अबू बकर रज़ी ताला अन्हु तमाम सहाबा में बुलंदतरीन शान അറബിയിലാണിത്. അതിന്റെ പരിഭാഷ ഇപ്രകാരമാണ്: और बिलाशुबा आप എന്നെ അറിയിച്ചിരിക്കുന്നു, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു खिलाफत की എല്ലാ സഹാബാക്കളിലും ഏറ്റവും സമുന്നത മഹിമയുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം നിസ്സംശയം ആദ്യത്തെ ഖലീഫയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഖിലാഫത്തിന്റെ വചനങ്ങൾ ഇറങ്ങി. आप इस्लाम के आदम सानी സിറുൽ ഖിലാഫിൽ നിന്നുള്ള और खैर മറ്റൊരു ഉദ്ധരണിയാണ്. അതിന്റെ പരിഭാഷ ഇപ്രകാരമാണ്: तो न थे, അള്ളാഹുവാണെ സത്യം, आप में नबियों और അദ്ദേഹം ഇസ്ലാമിന്റെ രണ്ടാം ആദമും ഉത്തമ മനുഷ്യന്റെ പ്രഥമ പ്രതി പുരുഷനുമായിരുന്നു. അദ്ദേഹം നബി ആയിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൽ നബിമാരുടെയും റസൂൽമാരുടെയും കഴിവുകൾ ഉണ്ടായിരുന്നു. बकर सिद्दीक रज़ी ताला अन्हु വീണ്ടും സിറുൽ ഖിലാഫയിൽ തന്നെ ആ മഹാത്മാവ് പറയുന്നു, मुत्तकी ഹദ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു सबसे ज्यादा സഹാബാക്കളിൽ വെച്ച് ഏറ്റവും ധീരനും ഭയഭക്തിയുള്ളവനും आज की मोहब्बत നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനും आपके വിജയിയായ സേനാപതിയും सार और आपके कामों പ്രപഞ്ചത്തിന്റെ നേതാവിന്റെ वसल्लम के मददगार സ്നേഹാതിരേകത്തിൽ ലീനനും अपने नबी ആരംഭം മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ये तसल्ली दी അനുകമ്പയുള്ളവനും सिद्दीक നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിൽ സഹായിയുമാണെന്ന് അള്ളാഹുവിനറിയാമായിരുന്നു. रब बने അതിനാലാണ് അള്ളാഹു തന്റെ നബിയുടെ ദുരിതപൂർണമായ കാലഘട്ടത്തിൽ അദ്ദേഹം മുഖേന സ്വാതന്ത്ര്യം നൽകിയതും അദ്ദേഹത്തെ സിദ്ദീഖ് എന്ന നാമത്താൽ വിശേഷിപ്പിച്ചതും. അദ്ദേഹം ഇരു ലോകത്തിന്റെയും നബിയുടെ സാമീപ്യം കരസ്ഥമാക്കി. അള്ളാഹു അദ്ദേഹത്തെ താനിയ ഇസ്നൈനിന്റെ ബഹുമതി നൽകി അനുഗ്രഹിച്ചുകൊണ്ട് തന്റെ സവിശേഷ ദാസരിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. खलीफा अव्वल ने जो बड़े മൽഫുസാത്തിൽ ഒരു സ്ഥലത്ത്
അദ്ദേഹം പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വലിയ വ്യാപാരിയായിരുന്ന ഒന്നാം ഖലീഫ कि सिद्दीक कहलाए और पहले रफीक മുസ്ലിം ആയിക്കൊണ്ട് തുല്യതകളില്ലാത്ത സേവനങ്ങൾ അർപ്പിച്ചു. आए थे। അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന് വിളിക്കപ്പെടുന്ന പദവി ലഭിച്ചു. एक शख्स मिला, ആദ്യത്തെ മിത്രവും ഒന്നാം ഖലീഫയുമായി. എഴുതുന്നു, അദ്ദേഹം വ്യാപാരം ചെയ്ത് തിരിച്ചു വരുമ്പോൾ हाँ മക്കയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വഴിയിൽ ഒരു വ്യക്തിയെ കണ്ടു. അയാളോട് ചോദിച്ചു, എന്തെങ്കിലും പുതിയ വാർത്ത കേൾപ്പിക്കുക. അയാൾ പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത് പ്രവാചകത്വം വാദിച്ചു എന്നതല്ലാതെ മറ്റൊരു വാർത്തയുമില്ല. हज़रत अबू बकर रज़ी अल्लाह ताला अन्हो ने അബൂബക്കർ അവിടെ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു, അഥവാ അദ്ദേഹം അങ്ങനെ വാദിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. कंबल पहन लिया, പിന്നീട് ആ മഹാത്മാ പറയുന്നു, मगर अल्लाह ताला ने ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തന്റെ മുഴുവൻ സമ്പത്തും സാധനങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചു, नए सिरे से जिंदा സ്വയം കമ്പിൾ പുതച്ചു. और मुर्तद अरब को എന്നാൽ അള്ളാഹു അതിനു പകരം അദ്ദേഹത്തിന് എന്താണ് നൽകിയത്? वो कुछ दिया जो അദ്ദേഹത്തെ മുഴുവൻ അറേബ്യയുടെയും രാജാവാക്കി. അദ്ദേഹത്തിന്റെ കൈകളാൽ തന്നെ ഇസ്ലാമിനെ പുതുതായി ജീവിപ്പിച്ചു. മുർത്തദ്ദായ അറേബ്യയെ വീണ്ടും വിജയിച്ചു കാണിച്ചു. ആരുടെയും സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്നത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. कि साहबा में किस कदर बड़ा है। പിന്നീട് ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് ആ മഹാത്മാവ് പറയുന്നു, कुरान शरीफ ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പദവി സഹാബാക്കളിൽ എത്ര ഉന്നതമായിരുന്നുവെന്ന് അറിയുമോ? उम्र के साए से ചില അവസരങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് അനുഗുണമായി വിശുദ്ധ ഖുർആൻ ഇറങ്ങുമായിരുന്നു. तो उम्र होता അദ്ദേഹത്തെ സംബന്ധിച്ച് ഹദീസിൽ വന്നിരിക്കുന്നു, ഷെയ്ത്താൻ ഉമറിന്റെ നിഴലിനെ ഭയപ്പെടുന്നു. इस उम्मत में कोई मुहद्दस है। മറ്റൊരു ഹദീസ് ഇപ്രകാരമാണ്, അഥവാ എനിക്ക് ശേഷം നബി ഉണ്ടെങ്കിൽ ഉമർ നബിയാകുമായിരുന്നു. മൂന്നാമത്തെ ഹദീസ് പ്രകാരമാണ്, മുൻ സമുദായങ്ങളിൽ മുഹദ്ദസ് ഉണ്ടായിക്കൊണ്ടിരുന്നു, അഥവാ ഈ സമുദായത്തിൽ ഒരു മുഹദ്ദസ് ഉണ്ടെങ്കിൽ അത് ഉമറാണ്. उन्होंने अपने तई പിന്നീട് ഹദ്റത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, और इमाम ഉമർ റളിയല്ലാഹു തആല അൻഹുവിനും വെളിപാടുണ്ടാകുമായിരുന്നു. मीन पर कायम അദ്ദേഹം സ്വയം തന്നെ ഒന്നുമായി ഗണിച്ചിരുന്നില്ല. വെളിപാടുണ്ടാകുന്നു, അതിനാൽ ഞാൻ വലുതായി എന്നൊന്നും അദ്ദേഹം കരുതിയില്ല. ये नहीं कि इल्हाम हो ആകാശത്തിലെ ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച യഥാർത്ഥ ഇമാമത്തിന്റെ പങ്കാളിയാകാൻ ആഗ്രഹിച്ചില്ല. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച സ്ഥാനത്തിൽ വെളിപാട് ലഭിച്ചതിനാൽ പങ്കാളിയാണെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയില്ല. यानी खिलाफ മറിച്ച് സ്വയം തന്നെ എളിയ സേവകനും ദാസനുമായിട്ടാണ് ഗണിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം അദ്ദേഹത്തെ യഥാർത്ഥ ഇമാമത്തിന്റെ പ്രതിനിധിയാക്കിയത്, അതായത് ഖിലാഫത്ത് നൽകി അനുഗ്രഹിച്ചത്. പിന്നീട് अरबी का तर्जुमा ये है, ഹുജ്ജത്തുല്ലായിൽ अल्लाह सल्लल्लाहु अलैहि वसल्लम के हमसाये में ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, जो नेक थे, पाक थे, അറബിയുടെ തർജ്ജമ ഇപ്രകാരമാണ്, तയ്यब थे, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസികളായി രണ്ട് വ്യക്തികളെ മറവടക്കിയിരിക്കുന്നു. അവർ अपने रसूल സാത്വികരായിരുന്നു, വിശുദ്ധരായിരുന്നു, സമീപസ്ഥരായിരുന്നു, പരിശുദ്ധരായിരുന്നു. അള്ളാഹു അവർക്ക് ജീവിതത്തിലും रफाकत വഫാത്തിനു ശേഷവും तीर तक निभी തങ്ങളുടെ റസൂലിനോട് കൂറുള്ളവരായി നിലനിർത്തി. അതായത് വഫാത്തിന് ശേഷം അടുത്ത് തന്നെ മറവടക്കപ്പെട്ടു. आप सल्लल्लाहु अलैहि അവസാനം വരെ നിറവേറ്റപ്പെട്ടതാണ് സൗഹൃദം. और आप അതിന്റെ മാതൃക വളരെ കുറച്ച് മാത്രമേ കാണപ്പെടുകയുള്ളൂ. सल्लल्लाहु अलैहि वसल्लम ചുരുക്കത്തിൽ അവർ അനുഗ്രഹീതരാണ്. അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിതം കഴിച്ചുകൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പട്ടണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്ത് ഖലീഫയായി നിയമിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ മറമാടപ്പെട്ടു. फिर सिरुल खिलाफा നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടത്തിന്റെ സ്വർഗത്തോട് അടുപ്പിക്കപ്പെട്ടു. फरमाते हैं, ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എഴുന്നേൽപ്പിക്കപ്പെടുന്നതുമാണ്. मुझ पर जाहिर किया है। ഇനി സിറുൽ ഖിലാഫയിലെ ഒരു ഉദ്ധരണിയാണ്. हजरत उमर फारूक ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അതിന്റെ പരിഭാഷ ഇപ്രകാരമാകുന്നു, എന്റെ നാഥൻ എന്നിൽ വെളിപ്പെടുത്തിയത് ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ്, ഹദ്റത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, अनायात के लिए मखसूस ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മാന്യരും വിശ്വാസികളുമായിരുന്നു എന്നാണ്. അവർ അള്ളാഹു തിരഞ്ഞെടുത്തവരിൽ പെട്ടവരും തന്റെ പ്രത്യേക അനുഗ്രഹത്തിനായി സവിശേഷപ്പെടുത്തിയവരുമായിരുന്നു. അള്ളാഹുവാണ് സത്യം. അതിൽ അബൂബക്കറിനെയും ഉമറിനെയും സുന്നൂറൈനായ ഉസ്മാനെയും ഇസ്ലാമിന്റെ കവാടങ്ങളും ദൈവിക സൈന്യത്തിന്റെ മുന്നണി പടയുമാക്കി. जो खुदाए रहमान के सब പിന്നീട് ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അദ്ദേഹം പരമഭക്തനും പരിശുദ്ധനുമായിരുന്നു. और मेहरबान കാരുണ്യവാനായ ദൈവത്തിന്റെ ഏറ്റവും പ്രിയരിൽ ഉൾപ്പെട്ടവനും ഉന്നത കുലജാതനുമായിരുന്നു. आप वो मुनफरिद കാലഘട്ടത്തിന്റെ നേതാക്കളിൽപ്പെട്ട വ്യക്തിയുമായിരുന്നു. हर्ब में
വിജയിയായ അള്ളാഹുവിന്റെ സിംഹവും ദയാലുവായ അള്ളാഹുവിന്റെ യുവാവുമായിരുന്നു. വളരെയധികം ഉദാരമതിയും ശുദ്ധഹൃദയനുമായിരുന്നു. യുദ്ധമൈതാനത്ത് സ്വന്തം സ്ഥലത്ത് നിന്ന് പിന്മാറാത്ത ഏകധീരനായിരുന്നു. അദ്ദേഹത്തിനെതിരിൽ ശത്രുക്കളുടെ ഒരു സൈന്യം തന്നെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ദാരിദ്ര്യമാർന്ന ജീവിതം കഴിച്ചുകൂട്ടി ദോഷങ്ങളെ അകറ്റി നിർത്തുന്നതിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കി. അദ്ദേഹം സമ്പത്തുകൾ നൽകുന്നവനും സന്താപ ദുഃഖങ്ങൾ ദൂരീകരിക്കുന്നവനും അനാഥരെയും അഗതികളെയും അയൽവാസികളെയും പരിപാലിക്കുന്നവനുമായ ആദ്യ വ്യക്തിയായിരുന്നു. വിവിധ യുദ്ധങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് ധീരകൃത്യങ്ങൾ വെളിപ്പെട്ടു. അതായത് അദ്ദേഹത്തിന്റെ ഉന്നതമായ സ്ഥാനമായിരുന്നു. വിവിധ യുദ്ധങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് ധീരകൃത്യങ്ങൾ വെളിപ്പെട്ടു. വാളിന്റെയും കുന്തത്തിന്റെയും യുദ്ധത്തിൽ അദ്ദേഹം അതീവ വിദഗ്ധനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സംഭാഷണം മാധുര്യമേറിയതും സാഹിത്യ സമ്പുഷ്ടവുമായിരുന്നു. അതായത് സമാനതകളില്ലാത്ത സാഹിത്യ സമ്പുഷ്ടമായ പ്രസംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹൃദയത്തിന്റെ അഗാധതയിലേക്ക് ചെന്നെത്തുമായിരുന്നു. അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ മനസ്സുകളിലെ കളങ്കങ്ങൾ ദൂരീകരിക്കുമായിരുന്നു. അതിനെ തെളിവുകളുടെ പ്രകാശത്താൽ പ്രശോഭിതമാക്കുമായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ വിദ്യകളും അറിയുമായിരുന്നു. ഏതെങ്കിലും കാര്യത്തിൽ മഹത്വമുള്ള വ്യക്തി പോലും അദ്ദേഹത്തിനടുത്തേക്ക് പരാജിതനായി ക്ഷമയാചിച്ചു വരുമായിരുന്നു. അദ്ദേഹം എല്ലാ ഗുണങ്ങളുടെയും സാഹിത്യ സമ്പുഷ്ടതയുടെയും മാർഗങ്ങളിൽ പരിപൂർണനായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത നിഷേധിച്ചവർ ലജ്ജയില്ലായ്മയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ്. അദ്ദേഹം വിവശരായവരുടെ സഹതാപത്തിനായി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവർക്കും പിന്മാറാതെ ആവശ്യപ്പെടുന്നവർക്കും ഭക്ഷണം നൽകാനുള്ള കൽപ്പന നൽകുമായിരുന്നു. അതായത് ആവശ്യപ്പെടാതെ ഉള്ളതിൽ തൃപ്തരാകുന്നവരെയും ശ്രദ്ധിക്കുമായിരുന്നു. ആവശ്യപ്പെടുന്നവരെയും ശാഠ്യം പിടിക്കുന്നവരാണെങ്കിൽ പോലും ശ്രദ്ധിക്കുമായിരുന്നു. അദ്ദേഹം അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ ദാസരിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അതുപോലെ അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ പാത്രത്തിൽ നിന്ന് പാല് കുടിക്കുന്നവരിൽ മുന്നേറുന്ന വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആന്റെ സങ്കീർണമായ സൂക്ഷ്മതകളുടെ ജ്ഞാനത്തിന്റെ അത്ഭുതകരമായ അറിവ് ലഭിച്ചിരുന്നു. വിശുദ്ധ ഖുർആന്റെ വിജ്ഞാനത്തിന്റെ ആത്മീയ പാൽ അതിൽ അദ്ദേഹം വലിയ അറിവുള്ള വ്യക്തിയായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്ത് വേളയിലുള്ള സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഹദ്രത്ത് അലിയെ സംബന്ധിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അപ്പോൾ സ്നേഹത്താലും വിശ്വാസത്താലും ഉന്മത്തനാക്കപ്പെട്ട വ്യക്തിത്വത്തിന് ഉടമയായ ഒരു ആത്മാർത്ഥ പ്രേമി സാഹസികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്താൽ ശത്രുക്കളുടെ ചാരന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയെ സംബന്ധിച്ച് അന്വേഷിക്കാതിരിക്കുവാനായി മുഖം മറച്ചുകൊണ്ട് കിടന്നു. അദ്ദേഹത്തെ റസൂൽ തിരുമേനിയായി ധരിച്ചുകൊണ്ട് വധിക്കാനായി പ്രതീക്ഷിച്ചു നിന്നു. പാർസിയിലെ മഹാത്മാ പറയുന്നു, കസ്ബരെ കസേ സന്നദാഹത്ത് ജാൻ നഫാഷാനദ് ഇഷ്ക് അസ്ത് കെ ഈ കാരദ് ബസദ് സിദ് ബനാനത്ത്. അതായത് ആരും ആർക്കു വേണ്ടിയും കഴുത്തു വെട്ടിക്കുന്നതല്ല, ജീവനും നൽകില്ല. പ്രേമം മാത്രമാണ് ഇങ്ങനെ വളരെ ഉത്സാഹത്തോടും ആത്മാർത്ഥത്തോടും കൂടി ചെയ്യിപ്പിക്കുന്നത്. പിന്നീട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹദ്രത്ത് അലിയോടും ഹദ്രത്ത് ഹുസൈനോടും തന്റെ സാദൃശ്യത വിവരിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് അലിയുമായും ഹുസൈനുമായും ഒരു സൂക്ഷ്മമായ സാദൃശ്യതയുണ്ട്. ഈ രഹസ്യത്തെ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും നാഥനല്ലാതെ മറ്റാർക്കും അറിയില്ല. നിശ്ചയമായും ഞാൻ ഹദ്രത്ത് അലിയെയും അദ്ദേഹത്തിന്റെ 2 മക്കളെയും സ്നേഹിക്കുന്നു. അവർ രണ്ടുപേരുടെയും ശത്രുക്കളെ ഞാൻ ശത്രുവായി കണക്കാക്കുന്നു. ഹദ്രത്ത് ഹസനെയും ഹദ്രത്ത് ഹുസൈനെയും സംബന്ധിച്ച് രണ്ടുപേരുടെയും സ്വന്തം പ്രവർത്തനം ഉണ്ടായിരുന്നു. സ്വയം ഒരു പദവി ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് പറയുന്നു, ഹദ്രത്ത് ഹസൻ
റളിയല്ലാഹു തആല അൻഹു എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. ഖിലാഫത്തിൽ നിന്ന് വിട്ടകന്നു. നേരത്തെ തന്നെ ആയിരക്കണക്കിന് പേർ വധിക്കപ്പെട്ടിരുന്നു. ഇനിയും മരണമുണ്ടാകുന്നതിനെ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മുആവിയക്ക് അടിയറവ് വച്ചു. ഹദ്രത്ത് ഹസന്റെ ഈ പ്രവൃത്തി കാരണത്താൽ ഷിയാക്കളിൽ അപമാനമുണ്ടാകുമെന്ന കാരണത്താൽ ഹദ്രത്ത് ഇമാം ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൽ പൂർണ്ണ തൃപ്തരായിരുന്നില്ല. हुसैन के बारे में लिया जाता है। ഷിയാക്കൾ ഹദ്രത്ത് അലിയുടെ സന്താനങ്ങളെ കുറിച്ച് फरमाया हम तो दोनों के सनाखा हैं, പറയുമ്പോൾ हम तो दोनों की तारीफ ഹദ്രത്ത് ഹുസൈനെ കുറിച്ച് പറയുന്ന അത്ര താല്പര്യം അവർ ഹദ്രത്ത് ഹസന് നൽകി കാണുന്നില്ല. कि हर शख्स के जुदा जुदा അതിനാൽ പറയുന്നു, അതുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. നാം രണ്ടുപേരെയും പ്രശംസിക്കുന്നു. യഥാർത്ഥത്തിൽ कि ഓരോ വ്യക്തിയുടെയും बढ़े और खून हो। उन्होंने अमन पसंद വ്യത്യസ്ത കഴിവുകളാണുള്ളത്. नजर रखा। മുസ്ലിങ്ങളിൽ इमाम हुसैन ആഭ്യന്തര യുദ്ധം ആളിപ്പടരാതിരിക്കാൻ न किया कि फासिल ഹദ്രത്ത് ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. के इससे दीन में खराब അദ്ദേഹം സമാധാനത്തിന് മുൻഗണന നൽകി. नेक थी। ഹദ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ये अलग अमल അധർമ്മിയും ധിക്കാരിയുമായ ഒരുത്തന്റെ ബയ്യത്ത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല. എന്തെന്നാൽ അത് മുഖേന ദീനിൽ നാശമുണ്ടാകുന്നു. രണ്ടുപേരുടെയും ലക്ഷ്യം നന്മയായിരുന്നു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. യസീദിന്റെ കൈകളാലും ഇസ്ലാമിന് അഭിവൃദ്ധി ഉണ്ടായി എന്നത് മറ്റൊരു കാര്യമാണ്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അവൻ ഇച്ഛിക്കുന്നതായാൽ അധർമ്മിയുടെ കൈകളാലും അഭിവൃദ്ധി ഉണ്ടാകുന്നു. യസീദിന്റെ മകൻ സദ്വൃത്തനായിരുന്നു, അതായത് നല്ല വ്യക്തിയായിരുന്നു. अलैहिस्सलाम और ऐसा ही और जो खुदा ताला ഒരു സ്ഥലത്ത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, वो दुनिया में एक नमूना होकर आते हैं। जो शख्स പ്രവാചകന്മാരും അലൈഹിസ്സലാം അതുപോലെ അള്ളാഹുവിന്റെ को सजदा സദ്വൃത്തരായ മറ്റ് ദാസരും ലോകത്തിന് ഒരു മാതൃകയായിക്കൊണ്ടാണ് വരുന്നത് എന്നെപ്പോഴും ഓർക്കേണ്ടതാണ്. ഈ മാതൃകയനുസരിച്ച് നീങ്ങാൻ ഇഷ്ടപ്പെടാത്തവർ, എന്നാൽ അവർക്ക് സുജൂദ് ചെയ്യാനും तो नहीं है, അവർ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നവരാണെന്ന് മനസ്സിലാക്കുന്നവരും, അതായത് മറയത്ത് നിൽക്കുന്നവർ അതിശയോക്തിയോടുകൂടി वो कभी खुदा മാതൃക ഇല്ലെങ്കിലും काबिल സുജൂദ് ചെയ്യാൻ തുടങ്ങുകയും वो देख ले തങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കുന്നവരായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. उससे बेजार होगा। ऐसा ही जो लोग അവർ ഒരിക്കലും അള്ളാഹുവിന്റെ പക്കൽ വിലമതിക്കപ്പെടുന്നവരല്ല, മറിച്ച് മരണശേഷം ആ ഇമാം അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതായി അവർ കാണുന്നതാണ്. അതേപോലെ ഹദ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഹദ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെയും പദവികളെ വളരെയധികം ഉയർത്തുന്നവർ അവരെ ആരാധിക്കുന്നവരെ പോലെയാണ്. അവർ ഇമാം ഹുസൈന്റെ അനുയായികളിൽപ്പെട്ടവരല്ല. होकर आते हैं। ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അതിൽ कुछ भी नहीं, സന്തുഷ്ടനല്ല. अमल असल चीज वही है कि उनके പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും नेक लोगों के और अंबिया खास तौर पर അനുധാവനത്തിന്റെ മാതൃകയായിട്ടാണ് ആഗതരാകുന്നത്. फरमाते हैं। അനുധാവനമില്ലാതെ ഒന്നും തന്നെ ഇല്ല എന്നതാണ് വാസ്തവം. अहमदियों को नसीहत करते हुए അതായത് क्योंकि किसी अहमदी യഥാർത്ഥ പ്രവർത്തന രീതി അവരുടെ മാർഗത്തെ അവലംബിക്കുക എന്നതാണ്. के बारे में कोई बात സദ്വൃതരെ പ്രത്യേകിച്ച് പ്രവാചകന്മാരെ. വീണ്ടും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, को फरमाया അഹമ്മദികളെ ഉപദേശിച്ചുകൊണ്ട് वाज़ेह हो ഏതോ उसके कार्ड के जरिए से मुझे इत्ला അഹമ്മദി ഹദ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് आदमी നടത്തിയ തെറ്റായ പരാമർശത്തെക്കുറിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിവ് ലഭിക്കുകയും അദ്ദേഹം അതിൽ ശക്തമായ रज़ी अल्लाह अन्हु നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് അഹമ്മദിനോട് പറഞ്ഞു, लाते हैं। ഒരു വ്യക്തിയുടെ കാർഡ് മുഖേന എനിക്ക് ലഭിച്ച അറിവ് वजह इसके തങ്ങളെ ഈ ജമാഅത്തുമായി ബന്ധപ്പെടുത്തി പറയുന്ന ചില പാമരന്മാർ ഇമാം ഹുസൈനെ കുറിച്ച് ഇത്തരത്തിൽ പരാമർശിക്കുന്നു. അതായത് ഇമാം ഹുസൈൻ കാലത്തിന്റെ ഖലീഫയായ യസീദിന് उम्मीद नहीं कि मेरे ബയ്യത്ത് ചെയ്തില്ല, നഊദുബില്ല, കുഴപ്പക്കാരനായിരുന്നു. अल्फाज निकले हों। യസീദ് സത്യത്തിലായിരുന്നു എന്നാണ് ലഅനത്തുല്ലാഹി അലൽ കാസിബീൻ. ख्याल गुजरता है എന്റെ പ്രസ്ഥാനത്തിലെ कि अक्सर സത്പ്രകൃതക്കാരുടെ നാവിൽ നിന്നും ഇത്തരം വാക്കുകൾ പുറപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അതോടൊപ്പം എന്റെ മനസ്സിൽ വരുന്നത് ये कुछ तजुब അധികം ഷിയാക്കളും തങ്ങളുടെ അസഭ്യം പറച്ചിലും इसलिए कुछ तजुब नहीं ശപിക്കലിലും എന്നെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. सफीहाना അതായത് जवाब में എന്നെയും അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഏതെങ്കിലും അജ്ഞനായ വകതിരിവില്ലാത്ത ആൾ വിഡ്ഢിത്തത്തിന് മറുപടിയായി വിഡ്ഢിത്തം പറഞ്ഞതാകാം. की शान में करता है ചില പാമരന്മാരായ മുസ്ലിങ്ങൾ ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ बाज कह देते हैं നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിനെതിരെയുള്ള അസഭ്യത്തിന് പകരമായി से ഹദ്രത്ത് ഈസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് कि हम एतकाद ചില കഠിന വാക്കുകൾ പറയുന്നത് പോലെ. एक नापाक तबा दुनिया का कीड़ा और जालिम था। ഏതായാലും ഞാൻ ഈ വിജ്ഞാപനം മുഖേന എന്റെ ജമാഅത്തിനെ അറിയിച്ചുകൊള്ളുന്നു. നാം വിശ്വസിക്കുന്നത് യസീദ് ദുനിയാവിലെ മലീമസമായ ഒരു കീടമായിരുന്നു, ദ്രോഹിയായിരുന്നു എന്നാണ്. ഏതെങ്കിലും കാരണത്താൽ ആരെങ്കിലും നാം വിശ്വാസി എന്ന് പറയുന്നുവോ അത് അയാളിൽ ഉണ്ടായിരുന്നില്ല. വിശ്വാസിയാകുക
എളുപ്പമുള്ള കാര്യമല്ല. लोग होते हैं അള്ളാഹു ഇത്തരക്കാരെ സംബന്ധിച്ച് പറയുന്നു, ईमान लिखा जाता കാലത്തിൽ അഅറാബു ആമന്ന है कि रजा को हर കുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. बारीक और तंग राहों को खुदा के लिए ഹൃദയത്തിൽ ഈമാൻ രേഖപ്പെടുത്തുന്നവരാണ് വിശ്വാസികൾ. അവർ അള്ളാഹുവിന്റെ പ്രീതിക്ക് മറ്റെല്ലാത്തിനുമുപരി സ്ഥാനം നൽകുന്നു. खा वो अखलाकी തഖ്വയുടെ സൂക്ഷ്മവശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രേമത്തിൽ और कसम വിലയം പ്രാപിക്കുന്നു. सबसे अपने तय ദൈവത്തിൽ നിന്നും തടഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ബിംബങ്ങളിൽ നിന്നും, को ये बातें അത് ധാർമ്മികപരമായതാണെങ്കിലും കർമ്മവൈകല്യങ്ങളാണെങ്കിലും അലസതയും മടിയുമാണെങ്കിലും എല്ലാത്തിൽ നിന്നും തന്നെ അകറ്റി നിർത്തുന്നു. कहन रजी अल्लाह ताला अन्हु എന്നാൽ യസീദ് എന്ന ദുർഭകന് ഇതെവിടെ പ്രാപ്യമായിരുന്നു? और बिलाशो ഇഹഭോഗ തൽപരത അയാളെ और उन അന്ധനാക്കി മാറ്റി. बर्गीदों में से है എന്നാൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ പ്രകൃതത്തിനുടമയായിരുന്നു. से साफ करता और अपनी मोहब्बत से मामूर कर देता है और बिलाशो സുനിശ്ചിതമായും ദൈവം തന്റെ കരങ്ങളാൽ और एक जर्रा സംശുദ്ധീകരിക്കുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിലാണ് അദ്ദേഹം ഉൾപ്പെട്ടിരുന്നത്. और इस इमाम की തന്റെ പ്രേമത്തിൽ ലയിച്ചു ചേരുന്നവരിൽ ഉൾപ്പെട്ടിരുന്നു. सब्र और इस्तिकामत നിശ്ചയമായും അദ്ദേഹം ज़ुहद और इबादत സ്വർഗത്തിലെ നേതാക്കന്മാരിൽപ്പെട്ട വ്യക്തിയാണ്. हसना है അദ്ദേഹത്തോട് അല്പം പോലും വിദ്വേഷം പുലർത്തുക എന്നത് इस मासूम വിശ്വാസം നഷ്ടപ്പെടുന്നതിന് നിമിത്തമായി തീരുന്നതാണ്. होने वाले हैं ഈ ഇമാമിന്റെ ദൈവസ്നേഹം, ദൈവഭക്തി, സഹനം, സ്ഥൈര്യം, പരിത്യാഗം, ആരാധന എന്നിവ നമുക്കായി സദ്മാതൃകയാണ്. उसका दुश्मन है നാം ഈ നിഷ്കളങ്കന് वो दिल ലഭ്യമായ ഹിദായത്തിനെ उसकी मोहब्बत അനുധാവനം ചെയ്യുന്നവരാണ്. और उसके ईमान അദ്ദേഹത്തിന് और शुजा ശത്രുതയുള്ള ഹൃദയം और इस्तिकामत और मोहब्बत इलाही നശിപ്പിക്കപ്പെട്ടു. नकूश इन निकासी तौर पर कामिल पे കർമ്മപരമായി അദ്ദേഹത്തോട് സ്നേഹമുള്ള ഹൃദയം വിജയം വരിച്ചു. साफ आईने में एक खूबसूरत इंसान का नक्श അദ്ദേഹത്തിന്റെ വിശ്വാസത്തെയും സ്വഭാവത്തെയും उनसे पोशीदा है ധീരതയെയും ദൈവഭക്തിയെയും उनका कदम ധൈര്യത്തെയും ദൈവപ്രേമത്തെയും പ്രതിബിംബം എന്നോണം दुनिया की आंख उनको പൂർണ്ണമായും ഒരു വൃത്തിയുള്ള കണ്ണാടിയിൽ സുന്ദരനായ വ്യക്തിയുടെ രൂപം ദൃശ്യമാകുന്നത് പോലെ തങ്ങളിൽ സ്വാംശീകരിക്കുന്നവർ വിജയിച്ചു. दुनिया ने ഇവർ ഭൗതിക കണ്ണുകളിൽ നിന്നും അദൃശ്യരാണ്. അവരുടെ സ്ഥാനത്തെ മനസ്സിലാക്കിയവർ ആരാണ്? ता हुसैन से भी मोहब्बत की जाती അവരിൽപ്പെട്ടവർ തന്നെയാണ് അത് മനസ്സിലാക്കിയവർ. नहायत ഭൗതിക കണ്ണുകൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയില്ല. അവർ ഈ ലോകത്തിന് വിദൂരസ്ഥരാണ്. ഇക്കാരണത്താലാണ് ഹുസൈൻ ഷഹീദാക്കപ്പെട്ടത്. या किसी और കാരണം അദ്ദേഹം തിരിച്ചറിയപ്പെട്ടില്ല. जो आयमा ലോകം എപ്പോഴാണ് അതിന്റെ കാലഘട്ടത്തിലെ സദ്വൃദ്ധരെ സ്നേഹിച്ചത്? करता है പിന്നെ എങ്ങനെയാണ് ഹുസൈനെ സ്നേഹിക്കുക? का उनकी निस्बत अपनी ചുരുക്കത്തിൽ ഇമാം ഹുസൈനെ അവമതിക്കുന്നത് വലിയ ദൗർഭാഗ്യതയും വിശ്വാസരാഹിത്യവുമായിരിക്കും. जल्ला शानहू ആയതിനാൽ ആരെങ്കിലും ഇമാം ഹുസൈനെയോ മറ്റു പരിശുദ്ധരായ ഇമാമിങ്ങളെയോ का दुश्मन है നിന്ദിക്കുകയോ जो शख्स ഏതെങ്കിലും പരിഹാസ ലാഞ്ചനയോടുള്ള പദങ്ങൾ തന്റെ നാവിൽ കൊണ്ടുവരികയോ ചെയ്യുകയാണെങ്കിൽ गुजीदा और महबूब इलाही की निस्बत അയാൾ തന്റെ ഈമാനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആരാണോ അള്ളാഹുവിന്റെ പ്രിയങ്ങളുടെ ശത്രുക്കളായി തീരുന്നത്, പ്രതാപവാനായ അള്ളാഹു അവരുടെ ശത്രുവായി തീരുന്നു. क्योंकि എന്നെക്കുറിച്ച് മോശമായി പറയുകയോ ശപിക്കുകയോ ചെയ്യുന്ന വ്യക്തിയോട് പകരം ചോദിച്ചുകൊണ്ട് ഏതെങ്കിലും സദ്വൃത്തനും ദൈവപ്രേമിയുമായ വ്യക്തിക്കെതിരിൽ വക്രമായ വാക്കുകൾ ഉച്ചരിക്കുന്നത് കഠിനമായ അനുസരണക്കേടാകുന്നു. അത്തരം लकब निहायत मौजूद है അവസരങ്ങളിൽ ക്ഷമിക്കുകയും അജ്ഞനായ ശത്രുക്കൾക്കായി ദുആ ചെയ്യുകയുമാണ് ഉത്തമം. കാരണം ഞാൻ ആരിൽ നിന്നായിരുന്നുവെന്നവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും മോശമായി പെരുമാറില്ലായിരുന്നു. प्यारों और मकबूलों के लिए है വീണ്ടും അവിടുന്ന് പറയുന്നു, അള്ളാഹുവിന്റെ പ്രിയർക്കും സ്വീകാര്യർക്കും ആത്മീയ കുടുംബം എന്ന പദവി അനുയോജ്യമാണ്. हज़रत इमाम ദുറൂദ് ഷരീഫ് ചെല്ലുന്നു. रहे हैं या മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനാണ് പറയുന്നു. ആത്മീയ കുടുംബം എന്ന പദം नाना से അള്ളാഹുവിന്റെ പ്രിയർക്കും സ്വീകാര്യർക്കും വേണ്ടിയുള്ളതാണ്. ആ ആത്മീയ കുടുംബം जिसको किसी गासिब का हाथ गसब नहीं कर सकता और वो उन बागों ഹദരത്ത് ठहरते हैं ഇമാം ഹസൻ ഹുസൈനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അഹ്ലെ ബൈത്തിനെ കുറിച്ചുള്ള പരാമർശമാണ്. सिफली ख्याल ആത്മീയ കുടുംബം ആത്മീയ മാതാമഹിയിൽ നിന്ന് പിന്തുടർച്ചയായി ലഭിക്കുന്നു. गए हैं जबकि उनकी रूह मुर्दा അതിനെ ആർക്കും തന്നെ അപഹരിക്കാൻ സാധ്യമല്ല. और മറ്റാർക്കും തന്നെ അന്യായമായി കൈവശപ്പെടുത്താൻ സാധിക്കാത്ത ഉദ്യാനത്തിന്റെ അവകാശികളാകുന്നു. अपनी माल से लावारिस ചുരുക്കത്തിൽ ഈ തരം താണ ചിന്ത ഇസ്ലാമിൽ ഉടലെടുത്തത് मुकद्दर അവരുടെ ആത്മാവ് മൃതിയടഞ്ഞപ്പോഴാണ്. इसमें किस അവർക്ക് ആത്മീയമായി कि हजरत കുടുംബമാണെന്നതിന്റെ ഒരംശവും ലഭിച്ചില്ല. हसन रजी अल्लाह अन्हुमा അതിനാൽ ആത്മീയ സമ്പത്തിൽ നിന്ന് साहिब कमाल അനാഥരായതുകൊണ്ട് അവർ അപക്വരായി. किस्मत അവരുടെ ഹൃദയം അലസരായി. खुदा ഹദ്രത്ത് ഇമാം ഹുസൈൻ, ഹദ്രത്ത് ഇമാം ഹസൻ റളിയല്ലാഹു തആല അൻഹുമ दोनों അള്ളാഹുവിന്റെ സദ്വൃത്തരും ഔന്നിത്യം वसल्लम के കരസ്ഥമാക്കിയവരും सो अहले मार्फत और हकीकत का ये मज़हब പവിത്രരും നേർമാർഗത്തിന്റെ നേതാക്കളുമായിരുന്നു എന്നതിൽ इमाम हसन ഏത് വിശ്വാസിക്കാണ് अन्हुमा
എതിർ ന്യായമുള്ളത്. आ हजरत നിശ്ചയമായും അവർ രണ്ട് രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായിരുന്നു. तब भी बवजह इसके അതിനാൽ യഥാർത്ഥ ജ്ഞാനികളുടെ വിശ്വാസം അഥവാ ഹദ്രത്ത് ഇമാം ഹുസൈനും ഇമാം ഹസനും റളിയല്ലാഹു തആല അൻഹും माल के वारिस നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേവല ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബമല്ലാതിരുന്നാൽ തന്നെയും ആത്മീയ ബന്ധം കാരണത്താൽ ആകാശത്തിൽ കുടുംബമായി തീരുന്നു എന്നാണ്. നിസ്സംശയം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ സമ്പത്തിന്റെ അവകാശികളാകുമായിരുന്നു. നശ്വരമായ ശരീരത്തിന്റെ ഒരു ബന്ധമുണ്ടാകുമ്പോൾ ആത്മാവിന്റെ യാതൊരു ബന്ധവുമില്ലേ? ഹദീസിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്നും സ്ഥാപിതമാകുന്നത് ആത്മാവിന്റെ ബന്ധമുണ്ടാകുന്നു എന്നാണ്. और ईमान के ആരംഭം മുതൽ സൗഹൃദവും ശത്രുതയും ഉണ്ടാകുന്നു. इससे ഇനി ഒരു ബുദ്ധിമാന് ചിന്തിക്കാവുന്നതാണ്, कि हम അനശ്വരവും അനന്തവുമായ നിലയിൽ റസൂലിന്റെ കുടുംബമാകുക എന്നത് यहाँ फरमा रहे हैं അഭിമാനാർഹമാണോ അതോ ശാരീരികമായി റസൂലിന്റെ കുടുംബമാകുന്നതിലാണോ? उस्मानी आल होने का അത് ദൈവഭക്തിയിലും പരിശുദ്ധിയും फरमाया വിശ്വാസമില്ലാതെ ഒന്നും തന്നെയില്ല. अहले बैत ഇതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലെ ബൈത്തിനെ അവഹേളിക്കുന്നു എന്നാരും ധരിക്കരുത്. അതായത് അവിടുന്ന് പറയുന്നു, इमाम हसन और इमाम ആത്മീയ കുടുംബമാകുക, സന്താനങ്ങളാകുക എന്നത് ശാരീരിക കുടുംബമാകുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് പറയുന്നു. क्योंकि वो बगैर അതിനാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലെ ബൈത്തിനെ അവഹേളിക്കുകയാണ് എന്നാരും ധരിക്കരുത്. മറിച്ച് वाले रसूल थे ഇത് രേഖപ്പെടുത്തുന്നത് കൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശം ഹദ്രത്ത് ഇമാം ഹുസൈന്റെയും और हकीकी ഇമാം ഹസന്റെയും റളിയല്ലാഹു തആല അൻഹുമാ सल्लल्लाहु अलैहि वसल्लम से ശ്രേഷ്ഠത കേവലം ശാരീരിക കുടുംബമാണ് എന്നതിൽ മാത്രമല്ല, കാരണം में दाखिल हैं ആ ആത്മീയബന്ധമില്ലാതെ അത് തികച്ചും നിരർത്ഥകമാണ്. रूहानी ശാരീരികമായ നിലയിലും बजाय കുടുംബക്കാരായിരുന്നു എന്നല്ലാതെ पाक അവരുടെ ശ്രേഷ്ഠത होते हैं മറിച്ച് ആത്മീയ ബന്ധമാണ്. चीज उनके പിന്നീട് പറയുന്നു, नीम और मारफ ആത്മീയമായ നിലയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ अംഗമായവരോടാണ് मुंतशिर होता യഥാർത്ഥത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധം. है उनके मानने वालों में പ്രവാചകന്മാരുടെ അറിവും പ്രകാശവും ആത്മീയ റസൂൽമാർക്കായി अनवार से नई जिंदगी കുട്ടികളെ പോലെയാണ്. और एक അത് പരിശുദ്ധ വ്യക്തിത്വത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. उन अनवार के അതായത് യഥാർത്ഥ വസ്തുത वही അവരിൽ നിന്ന് പ്രചരിച്ചിട്ടുള്ള आले मोहम्मद വിദ്യാഭ്യാസവും അറിവും हर ആത്മീയജ്ഞാനവുമാകുന്നു. मान ആ അറിവിൽ നിന്നും പ്രകാശത്തിൽ നിന്നും वसल्लम की നവജീവൻ കരസ്ഥമാക്കുന്നവരാണ് आपके नूर से ആത്മാർത്ഥമായി റസൂലിന്റെ കുടുംബം എന്ന് വിളിക്കപ്പെടുന്നത്. आपकी हकीकी तालीम पर अमल करने वाला है ചുരുക്കത്തിൽ ഓരോ അഹമ്മദിയും आले मोहम्मद में ഓരോ മുസ്ലിമും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ बस ये वो हकीकी ഈ അധ്യാപനത്തെ പ്രാവർത്തികമാക്കുന്നവരാണെങ്കിൽ, पर അവിടുത്തെ പ്രകാശത്തിൽ നിന്ന് ഫലമെടുക്കുന്നവരാണെങ്കിൽ, അവിടുത്തെ യഥാർത്ഥ അധ്യാപനത്തെ പ്രാവർത്തികമാക്കുന്നവരാണെങ്കിൽ उसकी അവർ ആലെ മുഹമ്മദിൽ ഗണിക്കപ്പെടുന്നു. उसका एहतराम ഓരോ മുസ്ലിമും സ്വായത്തമാക്കേണ്ട യഥാർത്ഥ മാർഗമാണിത്. और कत्लो गार ഓരോ സ്വാത്തികരുടെയും പദവിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, की सब कत्लो गारत गरी പരസ്പരമുള്ള കലഹങ്ങളെയും കൊള്ളയെയും കൊലയെയും അവസാനിപ്പിക്കുക. मुसलमान मुसलमान को जो कत्ल कर रहा है इसमें ഈ കൊല്ലും കൊലയിലും കലഹത്തിലും മുസ്ലിം മുസ്ലിമിനെ കൊല്ലുന്നതിലും में गिरोहबंदियां ഇസ്ലാമിന്റെ എതിരാളികളുടെ കൈയുണ്ടാകൂ എന്നത് വിദൂരമല്ല. करके फसाद करवा रहे हैं അവർ മുസ്ലിങ്ങളിൽ खुद बीच में शामिल होकर ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പൈസ നൽകി പണം ചിലവഴിച്ച് पर हमले हो रहे കലഹങ്ങൾ ഉണ്ടാക്കുന്നു, हैं यहाँ मस्जिदों അല്ലെങ്കിൽ സ്വയം അതിൽ ഉൾപ്പെട്ട് ഇതെല്ലാം ചെയ്യുന്നു. का हाथ है जिन्हें हुकूमत ഷിയാക്കളുടെ മേൽ ഉണ്ടാകുന്ന ആക്രമണത്തിലും പള്ളികളിൽ ഉണ്ടാകുന്ന ആക്രമണത്തിലും പിന്നിൽ हुकूमतों की ഭരണകൂടം ഭീകരവാദികളായി മുദ്രകുത്തിയ സംഘടനകളുടെ കൈയുണ്ട്. मान नहीं थे बल्कि ഭീകരവാദികളെ സംബന്ധിച്ച് ഭരണകൂടത്തിന്റെ റിപ്പോർട്ടിൽ പാകിസ്ഥാനിലുമുണ്ട്. ഇതിൽ മുസ്ലിങ്ങളല്ലാത്തവരും ഉൾപ്പെടുന്നു. മറിച്ച് കലഹമുണ്ടാക്കാനായി പുറത്തുനിന്ന് വന്നവരാണ്. अहमदियों को भी അള്ളാഹു സമുദായത്തിന് മേൽ ये दूसरे കരുണ ചൊരിയട്ടെ, तो एक दूसरे से ഇവർക്ക് ഒന്നാകുന്നതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അഹമ്മദികളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ने भी कर दिया മറ്റ് മുസ്ലിം സംഘടനകൾ लेकिन പരസ്പരം പകരം വീട്ടുന്നു. मोहम्मद की बैत ഒരാളെ ആക്രമിച്ചാൽ മറ്റുള്ളവരും ആക്രമിക്കുന്നു. तमाम तर जुल्मों के എന്നാൽ जो ये तमाम ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നുകൊണ്ട് മുഴുവൻ സംഘടനകളും बदले का ख्याल ഒത്തുചേർന്നുകൊണ്ട് ചെയ്യുന്ന അതിക്രമങ്ങൾ ഉണ്ടായിട്ട് പോലും किसी बात की अगर जरूरत है നമ്മുടെ മനസ്സിൽ तो ये ഒരിക്കലും പകയുടെ അഗ്നി ഉണ്ടാകരുത്. हर जुल्म के बाद नेकी और तकवा में तरक्की करे നാം ചെയ്യേണ്ടത് ഓരോ അക്രമത്തിനു ശേഷവും നമ്മിൽ ഓരോരുത്തരും पैदा करके നന്മയിലും ദൈവഭക്തിയിലും മുന്നേറുക എന്നതാണ്. इमाम हुसैन रज़ियल्लाहु अन्हु ने മുമ്പത്തേക്കാൾ ഉപരി
അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് सामने कायम फरमाया है, ദ്വായിൽ മുഴുകുക. वो हमारे लिए रहनुमा है। ഹദ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നമ്മുടെ മുന്നിൽ നിലനാട്ടിയ ത്യാഗത്തിന്റെ പ്രവർത്തന മാതൃക നമുക്ക് മാർഗദർശിയാണ്. कि वो तुमको हुसैन बनाते हैं। ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ये क्या ही सस्ता ഇക്കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പദ്യശകലത്തിൽ ജമാഅത്തിനെ ഇപ്രകാരം ഉപദേശിക്കുകയുണ്ടായി. वो तुमको हुसैन बनाते हैं और आप यजीदी बनते हैं, ये क्या ही सस्ता सौदा है, दुश्मन को तीर चलाने दो. അവർ നിങ്ങളെ ഹുസൈൻ ആക്കുന്നു, സ്വയം യസീദ് ആകുന്നു. ഇതെത്ര എളുപ്പമുള്ള കച്ചവടമാണ്, ശത്രുക്കളെ അമ്പയ്യാൻ വിടുക. इन दिनों में ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹദ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് സ്വർഗത്തിലെ നേതാക്കന്മാരിൽ പെട്ടവരാണെന്ന് പറയുകയുണ്ടായി. അദ്ദേഹം നമുക്ക് സഹനത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും പാഠം നൽകിക്കൊണ്ട് സ്വർഗത്തിന്റെ മാർഗം കാണിച്ചു തന്നിരിക്കുന്നു. ഈ ദിനങ്ങളിൽ, മുഹറത്തിന്റെ ദിനങ്ങളിൽ വിശേഷിച്ച് സ്വന്തം സഹനത്തിനും സ്ഥൈര്യത്തിനും വേണ്ടി ദുആ ചെയ്യുന്നതിനോടൊപ്പം ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായും റബ്ബി കുല്ലി ഷൈൻ ഖാദിമുക റബ്ബി ഫഅഫദ്നി വൻസുർനി വർഹംനി എന്ന ദുആയും ധാരാളമായി ചൊല്ലുക. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, സുരക്ഷിതരായിരിക്കാൻ ഈ ദുആ ധാരാളമായി ആവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം अल्लाह ताला എന്ന ദുആയും ധാരാളം ചൊല്ലുക. കഴിഞ്ഞ ഖുത്ബയിലും മുൻപും ദുറൂദ് ഷരീഫ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനായി പറഞ്ഞുകൊണ്ടിരുന്നു. अपने ഇതിലേക്ക് കൂടുതലായി ശ്രദ്ധിക്കുക. അള്ളാഹു ഓരോ അഹമ്മദിയെയും തന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ. जो नुसरत फरमाए നമുക്കെതിരിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന करते हुए ശത്രുക്കൾക്കെതിരിൽ के പ്രത്യേക സഹായവും പിന്തുണയും നൽകട്ടെ. और जमात നമ്മിൽ കരുണ ചൊരിഞ്ഞുകൊണ്ട് अल्लाह അഹമ്മദിയത്തിന്റെ ശത്രുക്കളുടെ ഓരോ ആക്രമണത്തിൽ നിന്നും के खिलाफ ये ഓരോ ജമാഅത്ത് അംഗങ്ങളെയും ജമാഅത്തിനെയും സുരക്ഷിതമാക്കട്ടെ. अल्लाह ताला इन्हीं पर उल्टाए। ജമാഅത്തിനെതിരിൽ हमें आ हजरत തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ എല്ലാ പദ്ധതികളെയും शामिल फरमाए। അള്ളാഹു അവരിലേക്ക് തന്നെ തിരിക്കട്ടെ. जैसा कि हज़रत मुस्लिम मौद ने फरमाया है कि असल मुकाम रूहानी आल का है। നമ്മെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ കുടുംബത്തിൽ അംഗമാക്കട്ടെ. लेकिन अगर जिस्मानी ഹദ്രത്ത് മസീഹി മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ യഥാർത്ഥ സ്ഥാനം ആത്മീയ കുടുംബത്തിന്റേതാണ്. जिस्मानी आल ശാരീരിക ബന്ധം ഉണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാകുന്നു. എന്നാൽ ശാരീരിക കുടുംബം ആകുകയും ആത്മീയ കുടുംബമാകാൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ अल्लाह ताला ने देने का वादा फरमाया। ഒരിക്കലും തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരിക്കലും കരസ്ഥമാകുന്നതല്ല. चाहिए कि हम किस हद तक इस दुरूद അതിനാൽ എപ്പോഴും നാം ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. वसल्लम की लाई हुई ദുറൂദ് ഷരീഫ് ചെല്ലുമ്പോഴെല്ലാം തന്നെ നാം എത്ര കണ്ട് ഈ ദുറൂദിൽ നിന്നും ഫലമെടുക്കുന്നതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കുന്നതിനായി ശ്രമിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കേണ്ടതാണ്. എത്ര കണ്ട് കാലത്തിന്റെ ഇമാമിൽ ബയ്യത്ത് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ഭരണത്തെ സ്വന്തം തലയിൽ സ്വീകരിക്കുന്നവരാണ്. और मुखालफीन अहमदियत ഈ സാത്വികരുടെ और जुल्म പദവിയുടെ സ്മരണയും हुकूमतों का बाज़ हुकूमतों का हम पर इन അഹമ്മദിയത്തിന്റെ ശത്രുക്കളുടെ നമ്മോടുള്ള ദ്രോഹവും खुदा ताला का कुर्ब दिलाने वाला। ചില ഭരണകൂടങ്ങൾ हमारी कुर्बानियां നമ്മോട് കാണിക്കുന്ന लोगों को നമ്മോടുള്ള ദ്രോഹത്തിൽ ഭാഗവാക്കാവുന്നതും നമ്മെ മുമ്പത്തെക്കാൾ ഉപരി അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരാക്കട്ടെ. നമ്മുടെ ത്യാഗങ്ങൾ സൽപ്രകൃതക്കാരായ ജനങ്ങളെ അഹമ്മദിയത്തിന്റെ മടിത്തട്ടിൽ എത്തിക്കുന്നതാകട്ടെ. നാം അഹമ്മദിയത്ത് कुछ फलस्तीनियों അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ വിജയത്തിന്റെ ദൃശ്യങ്ങൾ ദർശിക്കുന്നവരാവട്ടെ. के अल्लाह ताला मासूम जानों को हर किस्म के जुल्म से बचाए। ഇസ്രായേലിയർ ഫലസ്തീനികൾക്കുമേൽ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവർക്ക് വേണ്ടിയും ധാരാളം ദുആ ചെയ്യുക. അള്ളാഹു നിഷ്കളങ്ക ജീവനുകളെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. ഇസ്രായേലിന്റെ വിശദീകരണം വരുന്നത്, അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഭയവിഹ്വലതയിൽ കഴിയാൻ സാധിക്കില്ല, അതിനാലാണ് ഞങ്ങൾ ഫലസ്തീനെ ആക്രമിച്ചതെന്നാണ്. और ये अजीब ആദ്യം സ്വയം ആക്രമിച്ചു, സ്വയം അവരുടെ ആളുകളെ കൊന്നു. അവർ തിരിച്ചടിച്ചപ്പോൾ പറയുന്നു, അവർ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഇത് വിചിത്രമായ തന്ത്രം തന്നെ. अल्लाह ताला रहम फरमाए। മുസ്ലിങ്ങളുടെ അനൈക്യം കാരണത്താലാണ് ലോകം ഇത്തരത്തിലുള്ള വിചിത്രമായ മാർഗങ്ങൾ അവലംബിക്കുന്നത്. അള്ളാഹു കരുണ കാണിക്കട്ടെ. ഈ നിഷ്കളങ്കരായ ഫലസ്തീൻകാരെയും അവരുടെ മേലും കരുണ ചെയ്യട്ടെ. അവരെ എല്ലാ തരത്തിലുള്ള അക്രമത്തിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. الحمد لله
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر